NITs, IIITs, GIFTs പോലെയുള്ള ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കുള്ള അഡ്മിഷൻസ് നടക്കുന്നത് ജോസ കൗൺസിലിംഗിന്റെ അണ്ടറിലാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അഡ്മിഷൻ പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ട ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് നിർബന്ധമാണ്. സോ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ സ്കാൻ ചെയ്ത് വെക്കേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം JEE മെയിൻസ് ആണെങ്കിലും അതുപോലെ തന്നെ അഡ്വാൻസ്ഡിൻ്റെയും നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുള്ള റാങ്ക് കാർഡ് ആണ് ആദ്യം വേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കണം, JEE മെയിൻസ് അതുപോലെ തന്നെ അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് കാർഡ് കൃത്യമായിട്ട് നിങ്ങൾ എടുത്തു വയ്ക്കുക. അടുത്തത് നമ്മുടെ 10th-ൻ്റെയും 12th-ൻ്റെയും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് വേണ്ടത്. സോ മാർക്ക് ഷീറ്റ് ആവശ്യമാണ്. ഇനി അതിനുശേഷം അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറി തെളിയിക്കുന്ന നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്. സോ അത് നിങ്ങളുടെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ആവശ്യമുള്ളൂ. അപ്പോൾ കാസ്റ്റ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇഫ് അപ്ലിക്കബിൾ ആണെങ്കിൽ ആവശ്യമാണ്. അടുത്തത് PWD സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ അതിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അത് കുറച്ച് എണ്ണം തന്നെ എടുത്തു വയ്ക്കുക. അപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യമായിട്ടുള്ള സാധനമാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ഫോട്ടോ ID കാർഡ്, അതായത് ആധാർ കാർഡോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈസൻസോ ലൈസൻസ് പറ്റൂല കേട്ടോ, പാന് അല്ലെങ്കിൽ പാസ്പോർട്ട്, നിങ്ങളുടെ ഒരു ഫോട്ടോ ID കാർഡും നിങ്ങൾക്ക് എന്താണ് ക്ലിയർ ആയിട്ട് ആവശ്യമാണ്. ഇത്രയും ഡോക്യുമെന്റ്സ് നിർബന്ധമായും നിങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. മെയിൻസ് ആൻഡ് അഡ്വാൻസ്ഡ് പാസ്സായിട്ട് ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളാണ് നിങ്ങളെങ്കിൽ ഇതൊക്കെ നേരത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. സോ മാക്സിമം ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കോളേജിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്ട്രീം തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.